ബഹുമാനിയായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ബിന്ദുവും അതേപോലെ എൻട്രൻസ് പരീക്ഷാ കമ്മീഷണറും അറിയാൻ. എൻ്റെ പേര് മുഹമ്മദ് അജ്മൽ. ഞാൻ IIT മദ്രാസ് അലുമിനസ് ആണ്. വിദ്യാഭ്യാസ രംഗത്ത് പല കാര്യങ്ങൾ നിരീക്ഷിക്കുകയും എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യാറുണ്ട്. നമുക്കറിയാം, ജൂൺ 5 മുതൽ 9 വരെയാണ് കേരള എൻട്രൻസ് പരീക്ഷ നടക്കുന്നത്. എന്നാൽ ഇത്തവണ എൻട്രൻസ് പരീക്ഷ നടത്തിപ്പിൽ വലിയ അനാസ്ഥയാണ് എന്നുള്ളത് പറയാതിരിക്കാൻ വയ്യ. ഈ പ്രാവശ്യത്തെ എൻട്രൻസ് പരീക്ഷ എഴുതുന്നത് ഏകദേശം 1,13,000 കുട്ടികളാണ്. ഈ 1,13,000 കുട്ടികൾ വെറുതെ അല്ല പരീക്ഷ എഴുതുന്നത്. 1000 രൂപയോ 1200 രൂപ വരെയോ ഫീസ് വാങ്ങിയിട്ടാണ് കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. അപ്പോൾ ആ കുട്ടികൾക്ക് കൃത്യമായിട്ടുള്ള സെൻറ്ററുകൾ നൽകുക എന്നുള്ളതും അവർക്ക് സമാധാനപരമായി പരീക്ഷ എഴുതാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് കൂടി ഗവൺമെൻറ്റിൻ്റെ കടമയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൃത്യമായ ഡാറ്റയടക്കം നമ്മൾ ചില കാര്യങ്ങൾ പുറത്തുവിട്ടിരുന്നു. കേരളത്തിൽ എസ്പെഷ്യലി വടക്കൻ കേരളത്തിൽ നിന്ന് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് കണ്ണൂർ, കാസർഗോഡ് ഭാഗത്തു നിന്നുള്ളവർക്ക് കോട്ടയത്താണ് ഭൂരിഭാഗം ആളുകൾക്കും സെൻറ്റർ ലഭിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ കോഴിക്കോട്, മലപ്പുറം ഭാഗങ്ങളിൽ നിന്ന് പരീക്ഷ എഴുതുന്ന കുട്ടികൾക്ക് ഭൂരിഭാഗം ആളുകൾക്കും എറണാകുളത്താണ് സെൻറ്റർ ലഭിച്ചിട്ടുള്ളത്. ഇതിന് വിശദീകരണമായി പറഞ്ഞത് വടക്കൻ കേരളത്തിൽ സെൻറ്ററുകളുടെ ലഭ്യത കുറവായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ എനിക്ക് വളരെ വിനീതമായി ചോദിക്കാനുള്ളത്, എന്തുകൊണ്ടാണ് പത്തനംതിട്ടയുള്ള പല കുട്ടികളും, അപൂർവമെങ്കിലും പത്തനംതിട്ടയുള്ള പല കുട്ടികളും മലപ്പുറത്ത് വന്ന് പരീക്ഷ എഴുതുന്നത്? കോട്ടയത്തുള്ള കുട്ടികൾ എന്തിനാണ് കാസർഗോഡ് വന്ന് പരീക്ഷ എഴുതുന്നത്? എറണാകുളത്തുള്ള കുട്ടികൾ എന്തിനാണ് വയനാട് വന്ന് പരീക്ഷ എഴുതുന്നത്? ഇത് യഥാർത്ഥത്തിൽ ഇത് സെൻറ്ററുകൾ നൽകുന്ന അൽഗോരിതത്തിൽ എന്തെങ്കിലും ഒരു പിഴവുള്ളതല്ലേ എന്ന് ചോദിച്ചാൽ അത് ശരിയല്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു പരീക്ഷാ നടത്തിപ്പിനെ നോക്കുമ്പോൾ നമുക്ക് അറിയാവുന്ന കാര്യമാണ് 1,00,000 കുട്ടികൾ ഈ പരീക്ഷ എഴുതുന്നുള്ളത്. ആദ്യം ജൂൺ 1 മുതൽ 9 വരെയാണ് പരീക്ഷാ ഡേറ്റുകൾ പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ പിന്നീട് ഇലക്ഷൻ കാരണമാവാം ജൂൺ 5 മുതൽ 9 വരെയാക്കി ചുരുക്കി. നമുക്കറിയാം, JEE പരീക്ഷ ഓരോ വർഷവും 2 സെഷനുകളായിട്ട്, ഓരോ സെഷനിലും 6 വീതം ദിവസങ്ങളിലായിട്ട് ഓരോ ദിവസവും 2 ഷിഫ്റ്റുകളായി നടത്തുന്നുണ്ട്. അതായത് ഒരു സെഷൻ 12 ഷിഫ്റ്റുകളായിട്ടാണ് നടത്തുന്നത്. എന്നാൽ ഇവിടെ 6 ദിവസം, ജൂൺ 5 മുതൽ 9 വരെ പരീക്ഷ നടത്തുന്നത് വെറും ഓരോ ഷിഫ്റ്റ് മാത്രമാണ്. എന്തുകൊണ്ട് ഈ ഒരു പരീക്ഷാ കേന്ദ്രങ്ങളുടെ ലഭ്യതയിൽ ക്രൈസിസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് 2 ഷിഫ്റ്റായിട്ട് പ്ലാൻ ചെയ്തുകൂടായിരുന്നു? അല്ലേ, ഇത് നമ്മൾ വളരെ ആലോചിക്കേണ്ട കാര്യമില്ല. കാരണം ഈ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് വെറുതെ അല്ല. ഈ കുട്ടികൾ പരീക്ഷ എഴുതുന്നത് 2-3 വർഷത്തെ അധ്വാനത്തിന് ശേഷമാണ്. എന്ന് മാത്രമല്ല, ഇവർ ഫ്രീ ആയിട്ടല്ല പരീക്ഷ എഴുതുന്നത്. ഓരോ കുട്ടിയുടെ അടുത്ത് നിന്നും 600 രൂപ മുതൽ 1200 രൂപ വരെ വാങ്ങിയിട്ടാണ് ഈ കുട്ടികൾ പരീക്ഷ എഴുതുന്നത്. അപ്പോൾ ഇവർക്ക് സമാധാനപരമായിട്ട് പരീക്ഷ എഴുതാനുള്ള ഒരു അന്തരീക്ഷം ഒരുക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ് എന്നാണ് ഞങ്ങളെല്ലാവരും ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ്. ഇതിൽ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ ദിവസം സർക്കുലർ വന്നു, പരീക്ഷാ സമയം അത് രാവിലത്തെ ഷിഫ്റ്റിൽ നിന്ന് ഉച്ചയിലോട്ട് മാറ്റി. അപ്പോൾ 7:30 എത്തേണ്ട ഒരു 11 മണിക്ക് എത്തിയാൽ മതി എന്നുള്ളൊരു റിലാക്സേഷൻ കുട്ടികൾക്ക് അവിടെ ഉണ്ട്. എന്നാലും എനിക്ക് ചോദിക്കാനുള്ളത്, കോഴിക്കോട് നിന്നൊരു കുട്ടി എങ്ങനെയാണ് തിരുവനന്തപുരത്തോ കോട്ടയത്തോ പോയി പരീക്ഷ എഴുതുന്നത്? അതും അടുത്ത ആഴ്ച എങ്ങനെയാണ് അവർക്കുള്ള ട്രെയിൻ ടിക്കറ്റുകൾ ലഭ്യമാവുന്നത്? എങ്ങനെയാണ് ഇത്ര ദുഷ്കരമായ കാലാവസ്ഥയിൽ റോഡ് മാർഗം പോയി പരീക്ഷ എഴുതുന്നത്? ഇത് ബഹുമാന്യരായിട്ടുള്ള നമ്മുടെ അധികൃതർ വിശദീകരിക്കേണ്ടതുണ്ട്. ഇതിന് ഒരു വിശദീകരണവും നൽകാതെ, കുട്ടികളുടെ ബുദ്ധിമുട്ടിനെ ഒട്ടും മുന്നിൽ കാണാതെ അതിനോട് മൗനം നടിക്കുന്നത് വളരെ വലിയ അലംഭാവമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്നുള്ളതാണ് വിനീതമായിട്ട് ഉണർത്താനുള്ളത്. എന്ന് മാത്രമല്ല, ഈ പരീക്ഷയുടെ മുൻപ് ഡേറ്റുകൾ പ്രസിദ്ധീകരിച്ച പരീക്ഷകളാണ് IMU CETയും ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും. എന്താണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്? ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിനെ അപേക്ഷിച്ച കേരളത്തിലെ കുട്ടികളിൽ ബഹുഭൂരിപക്ഷം കുട്ടികൾക്കും പരീക്ഷാ സെൻറ്റർ ലഭിച്ചിട്ടുള്ളത് എവിടെയാണ്? അത് കേരളത്തിന് പുറത്താണ്. കേരളത്തിന് പുറത്താണെന്ന് പറഞ്ഞാൽ അത് ബാംഗ്ലൂരോ ചെന്നൈ പോലെയുള്ള ആക്സസിബിൾ ആയിട്ടുള്ള ട്രെയിൻ മാർഗമോ അതല്ലെങ്കിൽ ബസ് മാർഗമോ അതല്ലെങ്കിൽ വിമാനം വഴിയോ പോകാവുന്ന സ്ഥലങ്ങളിലാണോ? അല്ല. പല കുട്ടികളും കംപ്ലൈൻറ്റ് പറയുന്നത് കിട്ടിയിട്ടുള്ളത് ഷിമോഗയിലാണ്. ഷിമോഗ വടക്കൻ കർണാടകത്തിലാണ്, ഉടുപ്പിയിലാണ്, രാമനാഥപുരത്താണ്, തിരുച്ചിറപ്പള്ളിയിലാണ്. എങ്ങനെയാണ് ഒരു ദിവസം കോഴിക്കോട് നിന്ന് കോട്ടയത്തോട്ട് സഞ്ചരിച്ച് കോട്ടയത്ത് പോയിട്ട് എൻട്രൻസ് പരീക്ഷ എഴുതി പിറ്റേ ദിവസം രാവിലെ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ വേണ്ടി ഒരു കുട്ടി ഷിമോഗയിൽ എത്തുന്നത് എങ്ങനെയാണ്? അപ്പോൾ എന്തുകൊണ്ടത് സംഭവിക്കുന്നത്? ഇത് പ്ലാനിങ്ങിൻ്റെ അഭാവമാണ്, അല്ലേ? ഇത് തീർച്ചയായിട്ടും പ്ലാനിങ്ങിൻ്റെ അഭാവമാണ്. കാരണം ഈ പരീക്ഷകൾ ഇന്ന ഡേറ്റിനാണ് നടക്കുന്നത് എന്നുള്ളത് അറിയാം. ഇവിടെ അത്രയധികം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകൾ നടത്തണമെന്നുണ്ടെങ്കിൽ സെൻറ്ററുകൾ അവൈലബിൾ ആവണം എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയുന്ന കാര്യമാണ്. ഈ സെൻറ്ററുകൾ മുഴുവൻ കേരള എൻട്രൻസിന് വേണ്ടി ബ്ലോക്ക് ചെയ്താൽ ഐസർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് കേരളത്തിൽ നടത്താൻ സാധിക്കില്ല എന്നുള്ളതും നമുക്ക് നേരത്തെ പ്രവചിക്കാവുന്ന കാര്യമാണ്.
അപ്പോൾ കുട്ടികളുടെ ഭാവി വെച്ചിട്ടാണ് നമ്മളിവിടെ അമ്മാനമാടുന്നത് എന്നതിൽ യാതൊരു സംശയമില്ല. ജെഇ പരീക്ഷ ഇവിടെ വളരെ വൃത്തിക്ക് കുറേ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ടല്ലോ. ഈ നടത്തിപ്പിൽ കേവലം കേരളത്തിലുള്ള ഗവൺമെൻറ്റിന് കീഴിലുള്ള ഗവൺമെൻറ് കോളേജുകളിലോ അല്ലെങ്കിൽ സെൻറ്ററുകളിലോ മാത്രമാണോ ഈ പരീക്ഷ നടക്കുന്നത്? അല്ലല്ലോ. വേറെ പല കമ്പ്യൂട്ടർ സെൻ്ററുകളും വാടകയ്ക്ക് എടുത്ത് അല്ലെങ്കിൽ അവരുമായിട്ട് കരാർ ഉറപ്പിച്ചിട്ട് TCS പോലുള്ള പല കമ്പനീസുമായിട്ട് ചേർന്നിട്ട് ഈ എക്സാം നടത്തുന്നില്ലേ? അത്തരം സെൻറ്റേഴ്സ് അനുവദിക്കുന്നില്ലേ? എന്തുകൊണ്ട് ഇങ്ങനെ കാശ് വാങ്ങി ഫീസ് വാങ്ങി നടത്തുന്ന ഒരു എക്സാം ഇത്തരം സെൻറ്റേഴ്സിൽ കൂടി വ്യാപിപ്പിക്കുന്നത് നമുക്ക് ആലോചിച്ചുകൂടാ? ഇത് വീണ്ടും നമ്മുടെ കുട്ടികൾക്ക് വരുന്ന ബുദ്ധിമുട്ട്, അതും ഏതാനും കുട്ടികൾക്കാണെങ്കിൽ ഓക്കെ, ഒരു 100 കുട്ടികൾക്ക് 500 കുട്ടികൾക്ക് 1000 കുട്ടികൾക്ക് വരെയുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ഓക്കെ. എന്നാൽ ഇത് അത്രയും നമ്പർ ഓഫ് കുട്ടികളാണോ? അല്ല, വലിയൊരു നമ്പർ ഓഫ് കുട്ടികൾക്ക്, അതും വടക്കൻ കേരളത്തിലെ വലിയൊരു നമ്പർ ഓഫ് കുട്ടികൾക്ക് വലിയ പ്രയാസമാണ് ഈ ഒരു പ്ലാനിങ് ഇല്ലായ്മ മൂലം, അലസത മൂലം, അലംഭാവം മൂലം ഉണ്ടായത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മുടെ കുട്ടികളുടെ ഒരു നെക്സ്റ്റ് ജനറേഷൻ സയൻറ്റിസ്റ്റുകളെ കൂടിയാണ് നമ്മൾ വൈപ്പ് ചെയ്യാൻ പോകുന്നത്. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. ഭൂരിഭാഗം കുട്ടികളും IMU CET ISER എഴുതാൻ പോകുന്നില്ല. അത് വളരെ കൃത്യമാണ്. കാരണം ഷിമോഗയിൽ പോയി ISER എഴുതുക എന്നുള്ളത് കുട്ടികൾക്ക് ആലോചിക്കാൻ കഴിയില്ല. കാരണം ഡയറക്റ്റായിട്ട് ബസ്സുള്ള, ഡയറക്റ്റായിട്ട് ട്രെയിനുള്ള സ്ഥലങ്ങളല്ല. ഇനി ഡയറക്റ്റായിട്ട് ട്രെയിൻ ഉണ്ടെങ്കിൽ പോലും ഇപ്പോൾ വിചാരിച്ചാൽ അത് കിട്ടാനും പോകുന്നില്ല. പല കുട്ടികൾക്കും കേരള എൻട്രൻസ് കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത്. കേരള എൻട്രൻസ് ഉച്ചക്ക് നടന്ന് 5 മണിക്ക് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് പിറ്റേന്ന് രാവിലെ ISER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ വേണ്ടിയിട്ട് ഈ കുട്ടികൾ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ എത്തിപ്പെടുന്നത്? ഇത് എങ്ങനെയാണ് നമുക്ക് നീതീകരിക്കാൻ സാധിക്കുന്നത്? എൻ്റെ വളരെ ഹമ്പിളായിട്ടുള്ള റിക്വസ്റ്റ് വിദ്യാഭ്യാസ മന്ത്രിയോടും എൻട്രൻസ് പരീക്ഷാ കമ്മീഷണറോടുള്ളത്, ദിവസങ്ങൾ കൂട്ടണം. ഇനിയും വൈകിട്ടില്ല, ദിവസങ്ങൾ കൂട്ടണം. അല്ലെങ്കിൽ 2 ഷിഫ്റ്റുകളാക്കണം. 2 ഷിഫ്റ്റുകളായിട്ട് കോഴിക്കോടിലൊരു കുട്ടിക്ക് കോഴിക്കോടും മലപ്പുറമുള്ള കുട്ടിക്ക് മലപ്പുറം പരീക്ഷ എഴുതാനുള്ള അവസരം നമ്മൾ ഒരുക്കണം. അതേപോലെ പത്തനംതിട്ടക്കാർക്ക് പത്തനംതിട്ടയിലും ഇടുക്കിക്കാർക്ക് ഇടുക്കിയിലും തിരുവനന്തപുരത്തുകാർക്ക് തിരുവനന്തപുരത്തും പരീക്ഷ എഴുതാനുള്ള അവസരം ഒരുക്കണം. നമ്മൾ കൃത്യമായിട്ടൊരു ഫീസ് വാങ്ങി നടത്തുന്നൊരു പരീക്ഷയാണെന്നുള്ള നിലക്ക് ഒരു 1,13,000 കുട്ടികളിൽ നിന്ന് ഫീസ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ 10 കോടി രൂപയെങ്കിലും ഇതിന് റവന്യൂ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ആ റവന്യൂ ഉപയോഗിച്ച് ഈ എക്സാം വളരെ വൃത്തിക്ക് നടത്തിക്കൂടെ? അപ്പോൾ ഈ കാര്യം ചിന്തിച്ചുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ കുട്ടികളുടെ കാര്യം പരിഗണിച്ചുകൊണ്ട് കുട്ടികൾക്ക് ഒന്നുകിൽ കൂടുതൽ സമയം നൽകണം. ജൂൺ 5 മുതൽ 9 വരെയുള്ള പരീക്ഷ ബുദ്ധിമുട്ടുള്ളവർക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒരു ഓൺലൈൻ എക്സാം ആണല്ലോ, ഒരു പെൻ ആൻഡ് പേപ്പർ എക്സാം അല്ലല്ലോ. ക്വസ്റ്റ്യൻ പേപ്പർ പ്രിന്റ് ചെയ്യുക ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. സ്കെയിലബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കൃത്യമായിട്ടുള്ള ഷെഡ്യൂളിങ്ങും പ്ലാനിങ്ങും ഉണ്ടെങ്കിൽ ഇനിയും നടത്താവുന്നതേ ഉള്ളൂ എന്നുള്ളതാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത്. ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് റീഷെഡ്യൂൾ ചെയ്ത് കൊടുക്കണം. തൊട്ടടുത്ത ദിവസം ISER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതാൻ കർണാടകയിലോ അതല്ലെങ്കിൽ തമിഴ്നാട്ടിലോ പോവേണ്ട കുട്ടികൾക്ക് ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ല, അത് അവർ പോയേ പറ്റുള്ളൂ. അതൊരു നാഷണൽ ലെവൽ എക്സാമാണ് അല്ലേ? അപ്പോൾ അത് പോവേണ്ട കുട്ടികൾക്ക് മുമ്പ് എനിക്കറിയാം ISER ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുള്ള കുട്ടികൾക്ക് ആ ദിവസം വരുന്ന കുട്ടികൾക്ക് അത് ഇൻഡിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ വെബ്സൈറ്റിൽ നൽകിയിരുന്നു. പക്ഷേ ഇനി ആ ദിവസമുള്ള കുട്ടികൾക്ക് മാത്രമല്ല എഴുതാൻ പറ്റാത്തത്, അതിന് മുമ്പോ ശേഷമോ ജൂൺ 8-ാം തീയതി ഉള്ളത് മാത്രമല്ല ജൂൺ 7-ാം തീയതിയോ ജൂൺ 9-ാം തീയതിയോ കേരള എഞ്ചിനീയറിംഗ് ഉള്ള കുട്ടികൾക്കും ആ പരീക്ഷ എഴുതാൻ പറ്റില്ല എന്നുള്ള സ്ഥിതിവിശേഷമാണ് ഈ വളരെ അലംഭാവത്തോട് കൂടിയിട്ടുള്ള സെൻറ്റർ അലോക്കേഷനിലൂടെ വന്നിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ആ കുട്ടികൾക്ക് കൂടി എക്സാം മാറ്റിവെക്കാനുള്ള നീട്ടിവെക്കാനുള്ള ഓപ്ഷൻ നൽകണം എന്നുള്ളതാണ് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇനിയെങ്കിലും ഇത്തരം പരീക്ഷകൾ പ്ലാൻ ചെയ്യുന്നിടത്ത് ആദ്യം വളരെ വലിയ ഒരു അലംഭാവം ഈ പരീക്ഷയിൽ നമുക്ക് ആദ്യം തൊട്ടേ കാണാൻ സാധിക്കും. ആദ്യം സിലബസ് പ്രഖ്യാപിച്ചിട്ട് നിങ്ങൾ +2 സിലബസിൽ നിന്ന് ഒഴിവാക്കിയ പോർഷൻസ് പോലും ഡിലീറ്റ് ചെയ്യാതെയാണ്, അല്ലെങ്കിൽ ജെഇക്ക് നീറ്റിനുള്ള പരീക്ഷകൾ ഡിലീറ്റ് ചെയ്ത പോർഷൻസ് പോലും ഡിലീറ്റ് ചെയ്യാതെ ആദ്യം സിലബസ് പ്രഖ്യാപിച്ചത്. പിന്നീട് കുട്ടികളുടെ അടുത്ത് ഒരു അപ്രൂവർ ഉണ്ടായപ്പോൾ അവിടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ അത് ഡിലീറ്റ് ചെയ്തു അല്ലേ? ഇപ്പോൾ ഇതാ സെൻറ്ററുകളുടെ അലോക്കേഷനിൽ നിസ്സംഗമായ ഒരു പ്രതികരണം പോലും ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി അങ്ങോട്ട് ഈ പരീക്ഷയിൽ എന്തൊക്കെയാണ് നടക്കാനിരിക്കുന്നുള്ളത് കണ്ടറിയാം. എനിക്ക് അവസാനമായി ചോദിക്കാണ്ട് ഈ പരീക്ഷ കൊണ്ട് എന്ത് കാര്യമാണുള്ളത് എന്നുള്ളതാണ്. എന്താണ് കീം പോലത്തെ ഒരു പരീക്ഷ ഓൺലൈനായി നടത്തുന്നതുകൊണ്ട് കാര്യമുള്ളത്? ഇവിടെ എഞ്ചിനീയറിംഗിലോട്ടുള്ള അഡ്മിഷൻ ആണെങ്കിൽ ജെഇ പരിഗണിച്ചാൽ പോരെ. ഫാർമസിക്ക് ജെഇ പരീക്ഷയുടെ ഫിസിക്സ് മാത്സ് പെർസെൻറ്റേജുകൾ ഫിസിക്സ് കെമിസ്ട്രി പെർസെൻറ്റേജുകൾ അവൈലബിൾ ആവുമല്ലോ, അത് എടുത്താൽ പോരെ. ഇനി +2 മാർക്ക് കൂട്ടണം, +2 മാർക്ക് പരിഗണിക്കണം എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ജെഇ പരീക്ഷയുടെ കൂടെ +2 മാർക്ക് ഉപയോഗിച്ചാൽ പോരെ. എന്തിനാണ് ഇത്രയധികം റിസോഴ്സസ് ഉപയോഗിച്ച് എന്നിട്ട് ആളുകൾ എത്ര അധികം ബുദ്ധിമുട്ടിച്ച് ഇങ്ങനൊരു പരീക്ഷ നടത്തുന്നത് എന്നുള്ള ചോദ്യം കൂടി വിനീതമായി മുന്നോട്ട് വെച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഈ വീഡിയോ വിദ്യാഭ്യാസ മന്ത്രി കാണുമെന്നോ അല്ലെങ്കിൽ പ്രവേശന പരീക്ഷാ കമ്മീഷണർ കാണുമോ എന്നോ എനിക്കറിയില്ല. പക്ഷേ കണ്ടാൽ അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് മാത്രം അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ബൈ.